തിരിച്ചു പോയി. ഇതൊരു 10 മിനിറ്റ് ഞങ്ങളുടെ സംഭാഷണം ഉണ്ടായിരുന്നുള്ളൂ. അവർ തിരിച്ചു പോയി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് അച്ഛൻ പറഞ്ഞതല്ലേ, 1 മാസം കഴിയുമ്പോഴത്തേക്കും നിർത്തി പോകും. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോയപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി, എന്താണ് ഇവരുടെ കുടുംബം നടക്കുന്നത് അറിയാലോ, എന്താണ് വന്നതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ID അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ദൈവം സ്പർശിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയക്കണം. ഓക്കെ അച്ഛാ, ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞ് അവർ പോയി. പ്രൈസ് ദി ലോർഡ്. എന്താണെങ്കിലും അവര് പ്രാർത്ഥിച്ചു. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇന്നാണ് ഞങ്ങൾ ഡിവോഴ്സിന് ആപ്ലിക്കേഷൻ പെറ്റീഷൻ കൊടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഇതിന് മുന്നോട്ട് പോകുന്നില്ല. ആത്മാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എവിടെയാണ് ഞങ്ങളുടെ പോരായ്മകളെന്ന്, ഞങ്ങളുടെ പരാജയം എവിടെയാണ് ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങളിനി ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വളരെ നന്ദിയോടുകൂടി എനിക്കൊരു ഇമെയിൽ കിട്ടി. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒരു ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടെ കണ്ടാൽ നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഓഫീസ് പോലെ സ്ഥലമുണ്ട്, അവിടെ പോയി ഇരുന്നു. കാരണം അവർ അന്വേഷിച്ച് നടന്നത് അവരെ കാണാത്ത, അവരറിയാത്ത ഒരു അച്ഛനുമായിട്ട് അവർക്കൊന്ന് സംസാരിക്കണം. അതിനാണ് എന്നെ പിടിച്ചത്. കാരണം ഞാൻ അവധിക്ക് പോകുന്നതുകൊണ്ട് എന്നെ അവിടെയുള്ളവരൊന്നും അധികമൊന്നും അറിയില്ല ധ്യാനകേന്ദ്രത്തിൽ പോകുമ്പോൾ. അപ്പോൾ അവർക്ക് കാണാത്ത, അറിയാത്ത ഒരു അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. എന്താണ് കാരണം? 30 വർഷമായി വിവാഹ ജീവിതം നയിക്കുന്നു. മക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബം. എന്നിട്ട് ഈ അപ്പനും അമ്മയും പറയുകയാണ്, ഒറ്റ വാക്കിനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വേർപെടാൻ തീരുമാനിച്ചു. എനിക്ക് അത്ഭുതമായി. അവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് 2 പേരും വന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മക്കൾക്കറിയാമോ? അവർ പറഞ്ഞു, ഇല്ല. കാരണം അവരൊന്നും പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. വളരെ ചിരിച്ചും കളിച്ചും നടക്കുന്ന 2 പേർ. പള്ളി കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്ന 2 പേർ. അപ്പൊ ഞാൻ ഇവിടുത്തെ പശ്ചാത്തലം അനുസരിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അവർ പറഞ്ഞു, അതെ. ഒരു റൂമിലാണോ താമസിക്കുന്നത്? അവർ പറഞ്ഞു, അതെ. കാരണം പിള്ളേർക്ക് ഒന്നും തോന്നണ്ടല്ലോ അച്ഛാ, അപ്പം ഞങ്ങളൊരു മുറിയിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു ബെഡിലാണ് കിടന്നുറങ്ങുന്നത്? അവർ പറഞ്ഞു, അതെ. എന്നിട്ട് അപ്പൻ എന്നോട് പറയുകയാണ്, അച്ഛ ഏകദേശം 5 വർഷമായി ഞങ്ങൾ ഒരു ബെഡിന്റെ 2 അറ്റത്തുമായി കിടന്നുറങ്ങുകയാണ്. ഏകദേശം 5 വർഷത്തോളമായി. അവർ മനസ്സുകൊണ്ട് വേർപിരിഞ്ഞു പോയി. പരസ്പരം മറ്റെല്ലാ കാര്യങ്ങളിലും ഒത്തുപോകുമെങ്കിലും കുടുംബജീവിതത്തിൽ ഒത്തുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് അവർ പറയുകയാണ്, ഇനി ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അച്ഛാ. നാട്ടുകാരറിയട്ടെ, വീട്ടുകാരറിയട്ടെ, മക്കളറിയട്ടെ, ഞങ്ങൾക്ക് വേറെ ജീവിതം വേണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, അവർ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല, ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു പ്രത്യേക ദിവസം കൂടി അവരുടെ കുടുംബത്തിൽ വരുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഈ ഫയൽ ചെയ്യാൻ, കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി. എനിക്ക് ആരുടെയും ബർത്ത്ഡേയോ എന്തൊരു ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പോൾ അതുവരെ അവർ വെയിറ്റ് ചെയ്യണം. അടുത്ത മാസം അവർക്ക് ആപ്ലിക്കേഷൻ വെക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, യേശുപിതാവിനെയും മാതാവിനെയും ഒന്ന് നോക്ക്.
കുടുംബം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹവും ദാനവുമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, എത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും കുടുംബം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുകയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പ കാലഘട്ടത്തിൽ ഡിവോഴ്സിനെ കുറിച്ചോ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നതിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടിരുന്നിട്ടില്ല. എൻ്റെ സ്കൂൾ പഠനകാലത്ത് ഞാനതിനെക്കുറിച്ച് കേട്ടിട്ട് വരെയില്ല. ഭാര്യയും ഭർത്താവും വേർപെട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. പക്ഷെ ഇന്ന് നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൽ വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ എന്നും കേൾക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നിരവധിയായ ലോ സെൻ്ററുകൾ, കോർട്ടുകളുണ്ട്, വിവാഹ കുടുംബ കോടതികളുണ്ട്. അതിൻ്റെ എണ്ണം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും അധികം കേസുകൾ വരുന്നത് കൊണ്ട് കുടുംബ കോടതികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഓർഗനൈസേഷനോ അതിനുവേണ്ടി അധികം പരിശ്രമിക്കുന്നില്ല. 1000-ൽ കൂടുതൽ കുടുംബ കോടതികൾ അവരെ വേർപെടുത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരെ യോജിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലുമൊന്നും അധികം ഇൻസ്റ്റിറ്റ്യൂഷനുകളില്ല. പള്ളിയിൽ ചെന്നാൽ വികാരിയച്ഛനോ ധ്യാന സെൻ്ററിൽ പോയാൽ അവിടുത്തെ അച്ഛന്മാരോ കൗൺസിലേഴ്സോ പറയും, ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവമാണ് നിങ്ങൾ കുടുംബത്തെ തന്നത്, വേർപിരിയരുത് എന്ന് നിങ്ങളോട് പറയും. പക്ഷെ നമ്മൾ അതിനൊന്നും അധികം ചെവി കൊടുക്കാറില്ല. വിവാഹമോചനം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാണ്, നമ്മൾ കേരള പശ്ചാത്തലത്തിലൊന്ന് അടിച്ചു നോക്കിയാണ് നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ദിവസവും എത്രയെത്ര കേസുകളാണ് കുടുംബ കോടതിയിലേക്ക് വരുന്നത്. ചിലർ വിവാഹം ചെയ്തിട്ട് 2-3 വർഷങ്ങളായിട്ടുള്ളൂ, ചിലപ്പോൾ 2-3 മാസങ്ങളായിട്ടുള്ളൂ. അതിനേക്കാളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് 25 വർഷം 30 വർഷമൊക്കെ കുടുംബജീവിതം നയിച്ച് എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്, ഇനി എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല, എനിക്ക് വേർപെടണം. അത് പ്രത്യേകമായി നമ്മൾ കാണുന്ന ഈ കാനഡയും പശ്ചാത്തലത്തിലാണ്. ഞങ്ങളുടെയൊക്കെ സമൂഹത്തിൽ ലാറ്റിൻ ചർച്ചുകളിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. രാവിലെ ആരെങ്കിലും ഓഫീസിലേക്ക് കയറി വരും, അവർ പറയും, അച്ഛാ ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. അത്ഭുതമാണ്. കഴിഞ്ഞ ഒരു സമയത്ത് 26 വർഷം വിവാഹ ജീവിതം നയിച്ച ദമ്പതികൾ അടുത്തു വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വേർപെടാൻ തീരുമാനിച്ചു. അതിനേക്കാളും അത്ഭുതമായ ആശ്ചര്യമായൊരു കാര്യം, 25 വർഷത്തെ ജൂബിലി ആഘോഷിച്ചതിൻ്റെ പിറ്റേ ദിവസം ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വേർപെടുകയാണ്. ജൂബിലി വളരെ കാര്യമായി ആഘോഷിക്കുകയും ചെയ്തു. എല്ലാവരെയും വിളിച്ച് അവർ വളരെ ഭംഗിയായി ജൂബിലി ആഘോഷിച്ചു. വളരെ ഷോക്കായിപ്പോയി. 25 വർഷം ഒരുമിച്ച് ജീവിച്ച് മക്കളൊക്കെ വളർന്നു, അവരെ കാര്യങ്ങളൊക്കെ ശരിയാക്കി. ഇനി അവർ പറയുകയാണ്, എനിക്ക് വേറെ ബന്ധമുണ്ട്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ചെയ്യുന്ന അനീതിയാണ്. നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ആപത്താണ് ഈ വിവാഹമോചനം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞേ,
നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ നമ്മളിത് കേട്ടിട്ട് വരെയില്ല. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ചെല്ലുകയാണ്, നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരുമിച്ചല്ല, മകൾ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ അവർ വിവാഹം ചെയ്തു, ഇപ്പോൾ വേറെ 2 വീടുകളിലാണ് താമസിക്കുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ വിൻസെഷൻ ആയതുകൊണ്ട് നമ്മൾ ധ്യാന സെൻറ്ററുകളുണ്ട്. അവിടെ അച്ഛന്മാരെയൊക്കെ കാണാൻ വേണ്ടി വിസിന് പോകുമ്പോൾ, അവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ ധ്യാനം നടക്കുകയായിരിക്കും. അപ്പോൾ അച്ഛന്മാർ പറയും, അച്ഛ ഒന്ന് കുമ്പസാരത്തിന് ഇരിക്കാവോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഈ കുമ്പസാരത്തിന് ഇരിക്കും കുറച്ച് നേരം. കുമ്പസാരം കഴിഞ്ഞ് ഒരു ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തോടെ നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ നമ്മൾ സംസാരിക്കാമല്ലോ എന്നും പറഞ്ഞൊരു ചെറിയൊരു ഓഫീസ് പോലൊരു സ്ഥലമുണ്ട്, അവിടെ പോയി ഇരുന്നു. കാരണം അവർ അന്വേഷിച്ച് നടന്നത് കാണാത്ത, അവരറിയാത്ത ഒരു അച്ഛനുമായിട്ട് അവർക്കൊന്ന് സംസാരിക്കണം. അതിനാണ് എന്നെ പിടിച്ചത്. കാരണം ഞാൻ അവധിക്ക് പോകുന്നതുകൊണ്ട് എന്നെ അവിടെയുള്ളവരൊന്നും അധികമൊന്നും അറിയില്ല ധ്യാനകേന്ദ്രത്തിൽ പോകുമ്പോൾ. അപ്പോൾ അവർക്ക് കാണാത്ത, അറിയാത്ത ഒരു അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം. എന്താണ് കാരണം? 30 വർഷമായി വിവാഹ ജീവിതം നയിക്കുന്നു, മക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബം. എന്നിട്ട് ഈ അപ്പനും അമ്മയും പറയുകയാണ്, ഒറ്റ വാക്കിനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വേർപെടാൻ തീരുമാനിച്ചു. എനിക്ക് അത്ഭുതമായി. അവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് 2 പേരും വന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മക്കൾക്കറിയാമോ? അവർ പറഞ്ഞു ഇല്ല. കാരണം അവരൊന്നും പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. വളരെ ചിരിച്ചും കളിച്ചും നടക്കുന്ന 2 പേർ, പള്ളി കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് നടക്കുന്ന 2 പേർ. അപ്പം ഞാൻ ഇവിടുത്തെ പശ്ചാത്തലം അനുസരിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അവർ പറഞ്ഞു അതെ. ഒരു റൂമിലാണോ താമസിക്കുന്നത്? അവർ പറഞ്ഞു അതെ. കാരണം പിള്ളേർക്ക് ഒന്നും തോന്നണ്ടല്ലോ അച്ഛാ, അപ്പം ഞങ്ങളൊരു മുറിയിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു ബെഡിലാണ് കിടന്നുറങ്ങുന്നത്? അവർ പറഞ്ഞു അതെ. എന്നിട്ട് അപ്പൻ എന്നോട് പറയുകയാണ്, അച്ഛ ഏകദേശം 5 വർഷമായി ഞങ്ങൾ ഒരു ബെഡിൻ്റെ 2 അറ്റത്തുമായി കിടന്നുറങ്ങുകയാണ്. ഏകദേശം 5 വർഷത്തോളമായി. അവർ മനസ്സുകൊണ്ട് വേർപിരിഞ്ഞു പോയി. പരസ്പരം മറ്റെല്ലാ കാര്യങ്ങളിലും ഒത്തുപോകുമെങ്കിലും കുടുംബജീവിതത്തിൽ ഒത്തുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് അവർ പറയുകയാണ്, ഇനി ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അച്ഛാ. നാട്ടുകാരറിയട്ടെ, വീട്ടുകാരറിയട്ടെ, മക്കളറിയട്ടെ, ഞങ്ങൾക്ക് വേറെ ജീവിതം വേണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, അവർ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല, ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു പ്രത്യേക ദിവസം കൂടി അവരുടെ കുടുംബത്തിൽ വരുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഈ ഫയൽ ചെയ്യാൻ, കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി. എനിക്ക് ആരുടെയോ ബർത്ത്ഡേയോ എന്തൊരു ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പോൾ അതുവരെ അവർ വെയിറ്റ് ചെയ്യണം. അടുത്ത മാസം അവർക്ക് ആപ്ലിക്കേഷൻ വെക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, യേശുപിതാവിനെയും മാതാവിനെയും ഒന്ന് നോക്ക്. നിങ്ങൾ എന്താണേലും പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല. കാരണം 5 വർഷമായിട്ട് വേർപിരിഞ്ഞ് കിടക്കുന്നതാണ്. ഇതിങ്ങനെ പതുക്കെ 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 എടുത്തെടുത്ത് വന്നൊരു തീരുമാനമാണ്. സഡനായിട്ടുണ്ടായ ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ. നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ വരണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 1 മാസം നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്, യേശുപിതാവിനെയും മാതാവിനെയും നിങ്ങളുടെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരിക. മാതാവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുന്ന ആ സമയം, മാതാവ് ഗർഭിണിയായി കാണപ്പെടുന്നു.
യോസേപ്പ് പിതാവ് മാതാവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. നീതിമാനാകിയാൽ മാതാവിന് ക്ഷീണം തട്ടാതെ രഹസ്യമായി അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. മാതാവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ മാതാവ് ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ? കാരണം ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനാൽ നിറയും, നീ ഈശോയ്ക്ക് ജനനം നൽകും, അവൻ ദൈവപുത്രനാണ്. അപ്പം മാതാവ് ചോദിക്കും, ഇതൊക്കെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? അവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. 2 കാര്യം പറയുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് ആവസിക്കും, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേലുണ്ടാകും. ഈ 2 കാര്യമാണ് ഗബ്രിയേൽ മാലാഖ പറയുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, 1 മാസം ഈ 2 പ്രാർത്ഥന ചെല്ലുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ വന്ന് നിറയണമേ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വന്ന് നിറയണമേ. അധികം ഒന്നും പ്രാർത്ഥിക്കും, 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. കാരണം മാതാവിനെ നോക്കിക്കേ, അത്രമാത്രം കൺഫ്യൂസ്ഡായ ഒരു സമയം. വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഗർഭിണിയായി, കല്യാണം നടന്നില്ല, ആയിട്ടില്ല, ജോസഫ് ഉപേക്ഷിക്കാൻ നിൽക്കുന്നു. പക്ഷെ മാതാവ് മാലാഖയോട് ചോദിക്കുന്ന കാര്യം, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തോട് ചോദിക്കുക, മാലാഖമാരോട് ചോദിക്കുക. അവ മാലാഖ പറഞ്ഞ ഉത്തരമാണ്, പരിശുദ്ധാത്മാവ് വരും, നിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിന്നെ ശക്തിപ്പെടുത്തും, ബാക്കി കാര്യമൊക്കെ പരിശുദ്ധാത്മാവ് നോക്കിക്കൊള്ളും. എന്നിട്ട് ഈ കുടുംബം തിരിച്ചുപോയി. ഇതൊരു 10 മിനിറ്റ് ഞങ്ങളുടെ സംഭാഷണം ഉണ്ടായിരുന്നുള്ളൂ. അവർ തിരിച്ചുപോയി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് അച്ഛൻ പറഞ്ഞതല്ലേ, 1 മാസം കഴിയുമ്പോഴത്തേക്കും നിർത്തിപ്പോകല. അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോയപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി, എന്താണ് ഇവരുടെ കുടുംബം നടക്കുന്നത് അറിയാലോ, എന്താണ് വന്നതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ID അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ദൈവം സ്പർശിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ അയക്കണം. ഓക്കെ അച്ഛാ, ഒക്കെ ശരിയാക്കാന്ന് പറഞ്ഞ് അവർ പോയി. പ്രൈസ് ദി ലോർഡ്. എന്താണെങ്കിലും അവർ പ്രാർത്ഥിച്ചു. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇന്നാണ് ഞങ്ങൾ ഡിവോഴ്സിന് ആപ്ലിക്കേഷൻ പെറ്റീഷൻ കൊടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു, ഞങ്ങളിതിന് മുന്നോട്ട് പോകുന്നില്ല. ആത്മാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എവിടെയാണ് ഞങ്ങളുടെ പോരായ്മകളെന്ന്, ഞങ്ങളുടെ പരാജയം എവിടെയാണ് ഞങ്ങൾ കാണിച്ചു തന്നു. ഞങ്ങളിനി ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വളരെ നന്ദിയോടുകൂടി എനിക്കൊരു ഇമെയിൽ കിട്ടി. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ സുവിശേഷത്തിൽ വായിച്ചത് ഇത് തന്നെയാണ്. ഫരിസേയർ ഈശോയുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്, വിവാഹമോചനം മോശയുടെ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒരു കത്ത് എഴുതി കൊടുത്ത്, ഒരു ഡിസ്മിസൽ ലെറ്റർ കൊടുത്ത് ഞങ്ങൾക്ക് അവരെ ഒഴിവാക്കാമല്ലോ. നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അപ്പൊ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഇങ്ങനെ ഒരു നിയമം നിങ്ങൾക്ക് നൽകിയത്. ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെയൊരു നിയമം നിങ്ങൾക്ക് നൽകിയത്. മോശയുടെ ഈ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന് പറയുന്നത്, ഭാര്യ ചെയ്യുന്ന പ്രവർത്തികൾ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഏതു സമയവും അവനൊരു ഡിസ്മിസൽ ലെറ്റർ എഴുതി കൊടുക്കാം. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുന്നത് പോലെ, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നമ്മുടെ വർക്ക് ബോസിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം. അതിനൊരു ലെറ്റർ കൊടുത്താൽ മതി.
അപ്പോൾ മോശയുടെ കാലത്ത് ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു, ഇഷ്ടപ്പെട്ടില്ല. പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കുന്നില്ല. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ഇഷ്ടം, ഉപ്പില്ല മുളകില്ലെങ്കിൽ അപ്പനെന്ത് ചെയ്യും, ഒറ്റ തട്ടങ്ങ് കൊടുക്കും. അത് പോക്ക് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ തട്ട് കൊടുത്തിയാൽ വൈഫ് എന്ത് ചെയ്യും, ആ പാത്രം എടുത്ത് അപ്പൻ്റെ തലക്കെട്ട് ഒരു അടിയും കൂടി കൊടുക്കും. കാലം മാറി ഇപ്പം അതുകൊണ്ട് ഈ തട്ടലും ബഹളവും ഒന്നും ഇന്നത്തെ കാലത്ത് അധികം നടക്കില്ല. പണ്ട് അങ്ങനെയായിരുന്നല്ലോ. കർദവന്മാർക്കാണ് ഭരണം മുഴുവൻ. അമ്മ എപ്പോഴും ഒരു ജോലിക്കാരിയാണ് കുടുംബത്തിലെ, അതിനപ്പുറത്തേക്കില്ല. ആ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായി അമ്മ മാറുകയാണ്. അത് മോശയുടെ കാലത്തുള്ള നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഭാര്യയെ ചെയ്യുന്ന ഇഷ്ടപ്പെട്ടില്ല, എന്ത് ജോലിയുമാകട്ടെ, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒരു ഡിസ്മിസൽ, ടെർമിനേഷൻ ലെറ്റർ എഴുതി കൊടുത്ത് നമുക്ക് ഡിസ്മിസ് ചെയ്യാം, എന്നിട്ട് വേറെ ഭാര്യയെ സ്വീകരിക്കാം. അപ്പൊ കർത്താവ് പറയുന്നതാണ്, പണ്ട് കാലം മുതൽ ഇങ്ങനെയല്ലായിരുന്നു, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മളൊക്കെ വളർന്നൊരു സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. കർത്താവ് പറയാണ്, പണ്ട് ദൈവം നമ്മളെ മനുഷ്യനും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പറയും, ജനേസിസിൽ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് എന്താണ്, മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല് കൊണ്ട് അവിടെ നിന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതാണ് ആദം ഹവയെക്കുറിച്ച് പറഞ്ഞത്. ആദം എന്താ പറഞ്ഞു, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതാണ് ഈശോ പറഞ്ഞ, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് എങ്ങനെയായിരുന്നു? എൻ്റെ അസ്ഥിയുടെ ഭാഗമായിരുന്നു, എൻ്റെ മാംസത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായി, ഒരാളായി ഭാര്യ മാറിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ കുടുംബ പങ്കാളിയെ, ജീവിത പങ്കാളിയെ എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോലെ തുല്യമായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കേണ്ടവരാണോ നമ്മുടെ ഭാര്യ? നമ്മൾ ജോലി കഴിഞ്ഞ് മടുത്തു വരുമ്പോൾ നമുക്ക് കാപ്പി കൊണ്ടു തരേണ്ട ആ ജോലിക്കാരിയാണോ നമ്മുടെ ഭാര്യ? അതിന് നമുക്കൊരു ജോലിക്കാരൻ നിർത്തിയാൽ പോരെ? അല്ലെങ്കിൽ ഒരു മെഷീൻ മേടിച്ച് വെച്ചാൽ മതി. നമ്മൾ ഇഷ്ടംപോലെ മെഷീൻ ഇല്ലേ, കോഫി മേക്കറൊക്കെ ഇല്ലേ, വെറുതെ ബട്ടർ വയ്ക്കാൻ പോരെ, നമുക്ക് ചായ കിട്ടില്ലേ? നമ്മുടെ ആ കുടുംബ ബന്ധങ്ങൾ ഇന്നത്തെ കാലത്ത് തകരാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്, അവർക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റും ബഹുമാനവും നമ്മൾ കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോഴാണ്. ഈശോ പറഞ്ഞില്ലേ, അന്ന് അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണ്. ഇന്ന് ഒരു പണിക്കാരിയായി, ജോലിക്കാരിയായി നമ്മുടെ ഭാര്യയെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇന്നത്തെ കാലത്ത് അവരത് അംഗീകരിച്ചു തരികയില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു വചനമാണ്, വിസ. നമുക്ക് പലതരത്തിലുള്ള വിസയുണ്ടല്ലോ, നിങ്ങളും കേട്ടിട്ടുണ്ടാകും, പലതരത്തിൽ വിസയുണ്ടല്ലോ. അപ്പോൾ ഒന്ന് സാരി വിസ. സാരി വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുന്നത്, ഭാര്യയ്ക്ക് ജോലിയായി വിസയായി, അപ്പം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഭർത്താവ് കയറിപ്പോകുന്നതിന് സാരി വിസ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു അഭിപ്രായം, അതൊരു വാക്കാണ് അത്, സാരി വിസ എന്ന് പറയുന്നത്. അത് ഭാര്യയുടെ സാരിക്ക് പിടിച്ച് നമ്മൾ കയറിപ്പോകുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഇതിന് പകരമായിട്ട് പിന്നെ പാൻറ് വിസ വല്ലതും പറയേണ്ടി വരും. ഭർത്താവ് ആദ്യം കയറിപ്പോകുന്നിട്ട് ഭർത്താവിൻ്റെ കൈ പിടിച്ച് അവരുടെ വിസയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ കയറിപ്പോകുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ഈക്വലാണ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ തുല്യരാണ്. ഈ തുല്യത അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ കുടുംബത്തിൻ്റെ ഒരുമിച്ച പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ സോൾവ് ചെയ്തു പോകും. പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചാൽ, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ, ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലി ചെയ്യുന്നു, ഒരുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, മണിക്കൂറുകൾ എണ്ണി ജോലി ചെയ്യുന്നു. തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഭർത്താവ് വിചാരിക്കുന്നത്, ഭാര്യയല്ലേ എനിക്കൊരു ചായ ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്.
നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ടൊരു ചായ ഉണ്ടാക്കി കൊടുത്തുകൂടാ? ഇന്ന് നീ ഇരിക്കെ, ഇന്ന് ഞാൻ കിച്ചണിൽ കയറി ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൂടാ? ഇന്നത്തെ പാത്രം കഴുകാൻ ഞാൻ ഇവിടെ ആൾക്കാരുടെ കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരുടെ പണിയാണ് പാത്രം കഴുക്കെന്ന് പറയുന്നത്. കാനഡക്കാരുടെ അവരാണ് പാത്രം കഴുക്കല്ല. അത് ഭക്ഷണം കഴിച്ചാൽ അവർ പാത്രം കഴുകിയിരിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. അത് ഭാര്യമാരുടെ പറയും, ഭാര്യമാരെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും, ഡിഷ് വാഷ്. അപ്പം നമ്മളവിടെ പറയുന്നത് ഭർത്താക്കന്മാരുടെ പണി, അവർ ഡിഷ് വാഷറാണ്, അവരത് ചെയ്യുന്നത്. സ്നേഹമുള്ളവർ, നമ്മുടെ കുടുംബം എത്രയോ മനോഹരമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എത്രയോ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് നമുക്കെങ്ങനെ പിരിയാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി തന്നെ സാധിക്കും. എത്രയോ മനോഹരമാണ് നമ്മുടെ കുടുംബം. മക്കളും ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പ്രവർത്തിച്ചും പോകുന്നത് എത്രയോ മനോഹരമാണ്. നമ്മൾ തന്നെ ആത്മസമർപ്പണം ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്, ഒരു മിസ്റ്ററിയാണ്. ഇതൊരു ഹ്യൂമൻ എൻറ്റിറ്റി അല്ല, ഒരു ഡിവൈൻ എൻറ്റിറ്റിയാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. നമ്മൾ എന്ന് അതിനൊരു ഹ്യൂമൻ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ അതിനെ കാണുന്നു, ഒരു ഹ്യൂമൻ മനുഷ്യരുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണുന്നോ, അന്ന് തൊട്ട് അതിന് പരാജയമുണ്ടാകും. ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്നത്തെ കാലത്തൊക്കെ വീണ്ടും സ്നേഹവിവാഹങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് അവരെ അറിയാം, കുറച്ച് നാളെങ്കിലും അവരെ അറിയാം, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോളേജിലാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭർത്താവും വിവാഹത്തിന് മുമ്പ് നമുക്ക് പരസ്പരം അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. പക്ഷെ പലതും അറേഞ്ച്ഡ് മാരേജ് ആണ്. നമ്മളെപ്പോഴും അതാണ് പ്രൊമോട്ട് ചെയ്യുന്നതും, പക്ഷേ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും പരസ്പരം അറിയുന്നത് നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്. ഒരിക്കലും കാണാത്ത ഒരാള്, നിങ്ങളിപ്പം ഇവിടെ കാനഡയിൽ വർക്ക് ചെയ്യുന്ന യുവാക്കന്മാരുണ്ട്, നിങ്ങൾ ഒരിക്കലും കാണാത്ത ഒരാൾ നാട്ടിൽ നിങ്ങൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുകയാണ്. ആ കൂടി നിങ്ങൾക്ക് 1 മാസം അവധിയുണ്ട്. അതിനു മുമ്പ് വാട്സപ്പോ ഫേസ്ബുക്കോ വഴി നിങ്ങൾ കുറച്ച് സംസാരിച്ച് കാണും. വീട്ടുകാർ എല്ലാം അറേഞ്ച് ചെയ്തു, നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നു, പെണ്ണ് കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ചെറുക്കൻ കാണാൻ പോകുന്നു, ഉറപ്പിച്ചു. വീട്ടുകാർ ഒരുമാതിരി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി ഉറപ്പിച്ചു, ഒത്തുകല്യാണമായി, ബിഷപ്പിൻ്റെ അടുത്ത് പ്രത്യേക അനുവാദം മേടിച്ച് അടുത്ത ദിവസം തന്നെ കല്യാണമായി. പിന്നെ 2-3 ആഴ്ച ഒരുമിച്ച് ജീവിച്ചു, അവധി തീർന്നു. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഒരാളും കൂടി കയറിപ്പോന്നു. മറ്റേ ആളുടെ വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ അവരും കയറി വരുന്നു. 1-2 ആഴ്ചയുടെ ഒരു ബന്ധം, വിവാഹത്തിന് മുമ്പ് ഒരു അറിവ്, ബന്ധം എന്ന് പറഞ്ഞാൽ അറിയാം അല്പമെങ്കിലും. പിന്നെ ആ ഒരു ജീവിതമാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്ന പങ്കാളി എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യന്റെ തീരുമാനമാണെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ തട്ടിത്തെറിച്ചു പോകും, ഇല്ലേ? എത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ അറിയാത്ത ഒരാളുടെ കൂട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ കൂട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളില്ലേ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, നമ്മുടെ ടേസ്റ്റുകളില്ലേ, ഈവൻ നമ്മുടെ സ്മെല്ല്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ കുക്ക് ചെയ്യുന്ന രീതി, നമ്മൾ പെരുമാറുന്ന രീതി, എത്രയോ വ്യത്യാസങ്ങളുണ്ട് ഒരാൾ തമ്മിൽ മറ്റൊരാളുമായിട്ട്. ഇതിനെല്ലാം മാറ്റി നിർത്തി ഭാര്യയും ഭർത്താവുമായി അവർ വരുന്നത് മനുഷ്യനിർമ്മിതമാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഇത് ഒരു മിസ്റ്ററിയാണ്. നമുക്കൊന്ന് എഫെസോസിലെ ലേഖനം 5-ാം അധ്യായം 32-ാമത്തെ വചനം. എഫെസോസിലേക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 32-ാമത്തെ വചനം. ഇറ്റ്സ് ഡിവൈൻ ആണ്, ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ. മാട്രിമണി എന്ന് പറയുന്നത്, മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ, ഇറ്റ്സ് ഡിവൈൻ. ഹ്യൂമൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒരുമിച്ചിരിക്കില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ ഒരുമിച്ചിരിക്കുന്നില്ലേ?
അല്ലെങ്കിൽ കുടുംബത്തിൽ, നിങ്ങളുടെ വീടുകളിലില്ലേ? ഇതൊരു ഹ്യൂമൻ ആണ് എങ്കിൽ, ഈ മാരേജ് ഒരു ഹ്യൂമൻ എൻറ്റിറ്റി ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരുമിച്ചിരിക്കില്ല, നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇപ്പം എൻ്റെ സന്യാസ ജീവിതം ഇതൊരു ഹ്യൂമൻ എൻറ്റിറ്റി ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിൽ നിലനിൽക്കുകയില്ല, എനിക്ക് പറ്റില്ല ഇതിൽ നിലനിൽക്കാൻ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ഇല്ലാതെ വിവാഹമെന്ന ജീവിതത്തിലോ സന്യാസം എന്ന ജീവിതത്തിലോ പൗരോഹിത്യം എന്ന ജീവിതത്തിലോ നമുക്കൊരിക്കലും നിലനിൽപ്പുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇതൊരു മിസ്റ്ററിയാന്ന് പറയുന്നത്. എൻ്റെ സന്യാസ ജീവിതം, എൻ്റെ പൗരോഹിത്യ ജീവിതം ഇതൊരു മിസ്റ്ററിയാണ്, ഒരു രഹസ്യമാണ്. ഇത് മാനുഷികമല്ല. മാനുഷികമാണെങ്കിൽ എനിക്ക് ഒരു ദിവസം വരെ ജീവിക്കാൻ പറ്റുകയില്ല, ഒരു മണിക്കൂർ വരെ എനിക്ക് ഈ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയാണ്. ഇതുപോലെ തന്നെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലും കാണാത്ത ഒരു സ്ത്രീ, ഒരിക്കലും കാണാത്ത ഒരു പുരുഷൻ, ദൈവം അവരെ രണ്ടുപേരെയും ഒരുമിക്കുകയാണ്. പൗലോസ് പറഞ്ഞതാണ്, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. അതാണ് പൗലോസ് പറയുന്നത്. ഇതൊരു വലിയ രഹസ്യമാണ്, നമുക്ക് മനസ്സിലാക്കുന്നതിനാൽ അപ്പുറം, നമുക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ രഹസ്യമാണ് വിവാഹമെന്ന് കുദാശ എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കുടുംബം, രണ്ട് ദേശം, രണ്ട് നാട്ടുകാര്, രണ്ട് കൾച്ചർ, അവരത് ഒരുമിച്ച് വന്ന് ഒരു നൈറ്റ് അവർ താമസിച്ചു തുടങ്ങിയാണ്, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാണ്, ഒരുമിച്ച് ഉറങ്ങുവാൻ തുടങ്ങുകയാണ്. ഒന്ന് ഓർത്ത് നോക്കി, ജീവിതത്തിൽ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ മേ ബി ഒരു 4-5 വയസ്സ് തൊട്ട് നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്ന ആൾക്കാരാണ്, അല്ലേ? ഒറ്റയ്ക്ക് ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരാൾക്കാര്. ഒരു 25 വയസ്സ് വരെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കട്ടിലിൽ കിടക്കുന്നു. പിറ്റേ ദിവസം നൈറ്റ് ഒരിക്കലും പരിചയമില്ലാത്ത ഒരു സ്ത്രീയോ പുരുഷനുമായിട്ട് നമ്മൾ ഒരു ബെഡ് നമ്മൾ ഷെയർ ചെയ്യുന്നു. അത് തന്നെ ഒരു മിസ്റ്ററി അല്ലേ? നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ വരമില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ? ഏറ്റവും സിമ്പിളായ ഒരു കാര്യമല്ലേ അത്? നമുക്ക് പ്രായം ഒരു 5-6 വയസ്സോട്ട് മിക്കവാറും കുട്ടികൾ ഒരു ഒറ്റയ്ക്കായിരിക്കും കിടക്കുക. ചെറിയൊരു ബെഡ് അവർക്ക് കൊടുക്കും, ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ഒരു 20-25 വയസ്സ് വരെ അവർ ഒറ്റയ്ക്കൊരു ബെഡിൽ കിടന്നുറങ്ങി. അന്ന് നൈറ്റ് വിവാഹമെന്ന കുദാശയോടുകൂടി അവർ ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നുറങ്ങിയാണ്, അറിയാത്ത ഒരാളുമായിട്ട്, ഇത് മുമ്പ് പരിചയപ്പെടാത്ത ഒരാളുമായിട്ട്. ഇത് ദൈവത്തിൻ്റെ വലിയ രഹസ്യമല്ലേ? ദൈവത്തിൻ്റെ വലിയ കൃപയല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കാൻ സാധിക്കുമോ? അപ്പം നമുക്ക് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇത് തരുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഈ വിവാഹമെന്ന കുദാശ ഏറ്റവും ഭംഗിയായി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞത്, ഇതൊരു വലിയ രഹസ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. പൗലോസ് പറഞ്ഞതാണ്, ഇതിന് ഒരു മോഡൽ മാത്രമേ ഉള്ളൂ, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. വേറെ ഒന്നുമായിട്ട് വിവാഹ ജീവിതത്തെ നമുക്ക് താരതമ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. പൗലോസ് പറയുന്നത്, വേറെ ഒന്നുമായിട്ടും ഈ ലോകത്ത് വിവാഹം എന്ന കുദാശയെ താരതമ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് സാധിക്കുന്നത് ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തോടൊപ്പം ചേർത്ത് വെച്ച് മാത്രമേ നമ്മുടെ വിവാഹം എന്ന കുദാശയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ. വേറെ എന്തിനെ സാദൃശ്യപ്പെടുത്തിയാലും അതൊന്നുമല്ല. കാരണം ഇത് രഹസ്യമാണ്. കർത്താവും സഭയുമായുള്ള ബന്ധം രഹസ്യമായിരിക്കുന്നത് പോലെ, ഒരു മിസ്റ്ററി ആയിരിക്കുന്നത് പോലെ, വിവാഹമെന്ന കുദാശയിലൂടെ ഭാര്യയും ഭർത്താവും ഒന്നായിത്തീരുന്നത്, ഒരു ശരീരമായിത്തീരുന്നത്, ഒരു ഫ്ലഷായിത്തീരുന്നത്, അതൊരു ദൈവിക രഹസ്യമാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിവാഹമെന്ന കുദാശ ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിന് ദൈവത്തിന് എപ്പോഴും നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളൊക്കെ ഓർക്കും, കർത്താവേ, എന്തിന് ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവായി കിട്ടിയത്? എത്രയോ നല്ല ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഭാര്യ വേറെ ആരും എനിക്ക് കിട്ടിയില്ല കർത്താവ്, എന്തിനാ ഇതിനെ എൻ്റെ കുരിശ് എൻ്റെ തലയിലേക്ക് കൊണ്ടുവന്നു? ചിന്തിക്കാറുണ്ടോ? വല്ലപ്പോഴും അങ്ങനെ നമ്മളെപ്പോഴും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവേ, എത്രയോ നല്ല പേര് എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരുണ്ട്, എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ അടുത്ത അവധിക്ക് പോകുമ്പോഴാണ് ആ കല്യാണത്തിൻ്റെ കാലത്തിലെങ്കിൽ വേറെ ആളെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ വേറെ ജോലിയായിരുന്നു നല്ലത്.
ഈ പ്രൊഫഷൻ ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഭാര്യയും ഭർത്താവും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പറയാറുണ്ട്. പക്ഷെ ദൈവത്തിന് ഇതിൻ്റെ പിന്നിൽ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. ദൈവമാണ് നമ്മുടെ പങ്കാളിയെ നമുക്ക് തരുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും അത് ദൈവികമായ കാര്യമാണ്. അപ്പനെയും അമ്മയെയും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതുപോലെ, മക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്തതുപോലെ, ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും ആ ദൈവത്തിൻ്റെ കരത്താലും ദൈവത്തിൻ്റെ കൃപയാലുമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങളോ പരാതികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ സ്വീകരിച്ചാൽ, വേറെ എവിടെ നിന്ന് നമ്മൾ സ്വീകരിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബ്രോക്കന്മാരുടെ അടുത്തുനിന്നോ കുടുംബക്കാരുടെ അടുത്ത് നമ്മൾ പറയുമോ എൻ്റെ കസിനാണ് ഈ ബന്ധം കൊണ്ടുവന്നത്, ഇവരെങ്ങനെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, അല്ലെങ്കിൽ എന്നെ അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ബന്ധം കൊണ്ടുവന്നു വന്നത്, ഞാൻ ഓർത്ത് അവൻ നല്ലൊരു ബന്ധമാണ് കൊണ്ടുവരുന്നതെന്ന്. പക്ഷെ അവസാനം ഇങ്ങനെയായിപ്പോയി. അപ്പം നമ്മൾ സ്വീകരിക്കും നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നോ നമ്മുടെ കുടുംബക്കാരുടെ കയ്യിൽ നിന്നോ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നുമാണ് നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കാരണം ദൈവം ആ കുറവുകൾ നികത്തിത്തരും. ഇനി നിമിഷം ഓർക്കുക, എൻ്റെ ജീവിത പങ്കാളി ഭാര്യയോ ഭർത്താവോ ആയിക്കൊള്ളട്ടെ, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊറിന്തോസിന് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 14-ാമത്തെ വചനം. എന്തിനു വേണ്ടിയാണ് വിവാഹമെന്ന കുദാശ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1 കൊറിന്ത്യൻസ് 7-ാം അധ്യായം 14-ാമത്തെ വചനം. ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവൻ അവളോടൊത്ത് ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. പൗലോസിലേക്ക് നമ്മളോട് പറയുന്ന ഒരു വചനമാണിത്. ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവുണ്ടെങ്കിൽ ആ ഭർത്താവ് നിങ്ങളോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അവനെ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. ഇത് വളരെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വചനമാണ്. ഏതെങ്കിലും ഭാര്യമാർക്ക് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് മോശമായ അഭിപ്രായമുണ്ടെങ്കിൽ, അവനൊരു അവിശ്വാസി ആയിക്കൊള്ളട്ടെ, അവനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായിക്കൊള്ളട്ടെ, അവൻ നിന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭാര്യമാരെ, നിങ്ങളിലൂടെ ദൈവം ഒരു വലിയ അത്ഭുതം നടത്തും. നിങ്ങളുടെ സഹനത്തിലൂടെ, നിങ്ങളുടെ ക്ലേശത്തിലൂടെ, നിങ്ങളുടെ വേദനയിലൂടെ ദൈവം ആ മനുഷ്യനെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന, പൗലോസ്ലീഹ പറയുന്ന വചനമാണ്. ഏതെങ്കിലും ഭാര്യമാർക്ക് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് അസ്വസ്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പീഡകളും ക്ലേശങ്ങളുമാണ് ആ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ തരുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ കരയിൽ നിന്ന് സ്വീകരിച്ച് നടന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ കൊടുത്തേക്കുക. അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം നിനക്ക് മാത്രമേ നിന്റെ ഭർത്താവിനെ വിശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിൻ്റെ നിയോഗമാണിത്. നിന്റെ ജീവിതത്തിൻ്റെ നിയോഗമാണ് നിന്റെ ഭർത്താവിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പൗലോസ്ലീഹ പറയുന്നതാണ്, ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യയെ നീ അവിശ്വസിക്കുന്നുവെങ്കിൽ അവളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ് നിന്റെ ഭാര്യയെ. അവളെ വിശുദ്ധീകരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. നിന്റെ സഹനത്തിലൂടെ, നിന്റെ വേദനയിലൂടെ, ക്ലേശത്തിലൂടെ ദൈവം നിന്റെ ഭാര്യയെ വിശുദ്ധീകരിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവർക്കും കുറവുകളുണ്ട്. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഒത്തിരി കുറവുകളുണ്ടാകും.
പക്ഷെ ആ കുറവുകൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു സഹനമായിട്ടാണ് മാറുക. ആ സഹനമാണ് ദൈവത്തിന് മുമ്പിലേക്ക് നമ്മൾ ഉയർത്തി വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഞാൻ നിങ്ങളൊന്ന് ചോദിച്ചോട്ടെ, എത്ര ഭർത്താക്കന്മാരുണ്ട് നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നത്? ഭാര്യയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പ്രാർത്ഥിച്ചു തുടങ്ങുക. ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം അവർക്കുണ്ടാകും. അപ്പോൾ അവർ ചെയ്യുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പതുക്കെ മാറിക്കൊള്ളും. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്, നിരുത്സാഹപ്പെടുത്തരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കി കാണിക്കരുത്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി സംസാരിക്കരുത്, കൂട്ടുകാരുടെ ഇടയിൽ പോലും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ വിശുദ്ധരായിരിക്കണം. ഒരു അവസരത്തിലും തമാശയ്ക്ക് പോലും നിങ്ങളുടെ ഭാര്യമാരെക്കുറിച്ച് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായി സംസാരിക്കരുത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലാകാം, നിങ്ങളുടെ അപ്പനും അമ്മയോടുമാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളോടാകാം, ഭർത്താക്കന്മാർക്ക് മോശമായി സംസാരിക്കരുത്. അവർ മോശമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി അവരെ മാറ്റുക. കൂടുതൽ നേരം മുട്ടുമേൽ നിൽക്കുക, കൈകൾ ഉയർത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങളിലൂടെയാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്, അവർ പുതിയ മക്കളായി മാറുന്നത്. ഉപേക്ഷിച്ച് കളയുകയല്ല വേണ്ടേ, ചേർത്ത് പിടിക്കുകയാണ് വേണ്ടേ. അവർ തകർന്നു പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവരെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. അവർ ഏതെങ്കിലും രീതിയിൽ തകർന്നു പോവുകയാണെങ്കിൽ, ചിലപ്പോൾ ജോലി ഭാരം കൊണ്ടായിരിക്കാം, ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരിച്ചു വീട്ടിൽ വരുമ്പോഴായിരിക്കാം, അവരെ ആശ്വസിപ്പിക്കുക, ചേർത്ത് പിടിക്കുക, കുറ്റപ്പെടുത്തരുത്. ജഡ്ജ്മെന്റ് നമ്മുടെ ഭാഗമല്ല. നമ്മളൊക്കെ കുറ്റക്കാരല്ലേ, പിന്നെ എന്തിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു? ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, വന്ന ഉടനെ ശകാരവാക്കുകൾ ഇങ്ങനെ പൊഴിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യത്തില്ലായിരുന്നു, അത് ചെയ്യത്തില്ല, ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചു, ഒന്നും പറയേണ്ട കാര്യമില്ല. സന്തോഷത്തിൻ്റെ വാക്കുകൾ പറ, എൻകറേജ്മെന്റ് വാക്കുകൾ പറ, അവരെ പ്രോത്സാഹിപ്പിക്ക്, സന്തോഷിപ്പിക്ക്, ചേർത്ത് നിർത്ത്, അവർക്ക് താങ്ങും തണലുമായി നിൽക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ കുടുംബത്തിൽ നിങ്ങൾ അറിയാത്തൊരു ഐശ്വര്യം വന്നു ചേരും, സ്നേഹം വന്നു ചേരും, പരസ്പരം മനസ്സിലാക്കാൻ പറ്റും, പരസ്പരം വിട്ടുകൊടുക്കാൻ പറ്റും. നമ്മൾ ഒന്നിനും വാശി പിടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങളില്ലേ. റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ വാശിക്ക് പിന്നെ സ്ഥാനമില്ല. ഇങ്ങനെ തന്നെ നടക്കാവൂ, ഇങ്ങനെ തന്നെ പോകാവൂ എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളൊരു യാത്ര ചെയ്യുന്നു, ഈ വഴിയിലൂടെ പോയാലും അവിടെ എത്തും, ഇതിലെ പോയാലും അവിടെ എത്തും. ചിലപ്പോൾ ഇതൊരു 5 മിനിറ്റ് താമസിക്കുമായിരിക്കും, ഇത് 5 മിനിറ്റ് നേരത്തെ എത്തുമായിരിക്കും. ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവും, ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവുകയില്ല. ഭാര്യമാരെ, ഭർത്താക്കന്മാർ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ അവരോട് വന്നിങ്ങനെ ചിലക്കേണ്ട കാര്യമില്ല. വണ്ടി ഇരുന്ന് അവരങ്ങ് വണ്ടി ഓടിച്ച് പൊക്കോട്ടെ. വേറെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. ഇതെടുത്തുകൊണ്ടാണ് താമസിച്ചു പോയി, ഇതെടുത്തുകൊണ്ടാണ് അങ്ങോട്ട് പോയി, ഇതുകൊണ്ടാണ് ട്രാഫിക് ജാം, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതിലേ പോകരുതെന്ന്. എന്തിനാ പറയുന്നത്? അവരെ ഫ്രീ ആക്കി വിട്. ഇത്രയും പ്രായമുള്ളവരല്ലേ, അവർ നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പൊക്കോട്ടെ. ഇതുപോലെ തന്നെ അപ്പന്മാർ കിച്ചണിൽ ജോലി ചെയ്യുമ്പം ശല്യപ്പെടുത്താൻ പോകേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അല്ലാതെ ഇത് ചെയ്തുകൊണ്ട് അത് പറ്റി, അതങ്ങനെ ചെയ്ത്, അവിടെ ഒഴിച്ച് ഇവിടെ ഒഴിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും അവരുടേതായ ടെൻഷനുണ്ട്, അവരുടേതായ ജോലി തിരക്കുകളുണ്ട്. അങ്ങനെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയെങ്കിലാണ് നമ്മുടെ കുടുംബം ഒരു സമാധാനമുള്ള കുടുംബമായി മാറുകയുള്ളൂ. അതാണ് പറഞ്ഞ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ദിവസം അല്പനേരമെങ്കിലും മുട്ടുകുത്തി കർത്താവിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ പുറത്ത് മുട്ടുകുത്താൻ നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ
അവിടെ നിങ്ങൾ തന്നെയായിരിക്കുമ്പോൾ രണ്ടുപേരൊക്കെ മുട്ടുകുത്ത്, കരങ്ങൾ കോർത്ത് പിടിക്ക്, ശക്തി ഉയരട്ടെ, ദൈവത്തിലേക്ക് അങ്ങ് പ്രാർത്ഥിച്ച് ദൈവം പിന്നെ നിങ്ങളുടെ കുടുംബത്തെ സമാധാനത്തോട് സന്തോഷത്തോടും കൂടി ഇങ്ങ് വളർത്തും. കഴിഞ്ഞ തവണ ഒരു ന്യൂസ് വായിച്ചതാണ്. നമ്മുടെ ഗിന്നസ് ബുക്കിൽ കയറിയ ഏറ്റവും കൂടുതൽ നാൾ ഭാര്യ ഭർത്താക്കന്മാർ ജീവിച്ച അവരുടെ ഒരു ഇൻ്റർവ്യൂ. 80 വർഷത്തോളം അവർ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. 80 വർഷം. അവർക്ക് 105 വയസ്സും അപ്പന് 105 വയസ്സും അമ്മയ്ക്ക് 103 വയസ്സുമുണ്ട്. 80 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇപ്പോഴും അവർക്ക് സംസാരിക്കാനൊക്കെ അറിയാം, ആരോഗ്യമുണ്ട്. കാരണം ഇവർക്ക് നമ്മളെക്കാളും കൂടുതൽ ആരോഗ്യമുള്ള ജനതയല്ലേ. അപ്പോൾ അവരോട് ന്യൂസ് ഏജൻസി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെ ഇത്രയും നാൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ എല്ലാ ദിവസവും കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ 2 കരങ്ങളും കോർത്തു പിടിക്കും. എപ്പോഴാണ് വിവാഹ ജീവിതത്തിൽ കരങ്ങൾ കോർത്തു പിടിക്കുന്നത്? സാക്രമെൻറ്റിൻ്റെ സമയത്താണ് അല്ലേ? കരങ്ങൾ കോർത്തു പിടിച്ചിട്ടാണ് നിങ്ങൾ ലാറ്റിൻ ലിറ്റർജിയിൽ പ്രീസ്റ്റ് പറയും, ആഫ്റ്റർ ദ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പറയും, ഇനി നിങ്ങൾ വലതുകരം ചേർത്ത് പിടിക്കുക. അപ്പോൾ 2 വലതുകരവും ചേർത്ത് പിടിക്കും. എന്നിട്ട് അവർ പറയാണ്, അന്ന് ചേർത്ത് പിടിച്ചതുപോലെ വിവാഹമെന്ന കുദാശയുടെ മുമ്പ് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഒന്നാകാൻ തീരുമാനിച്ചതുപോലെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ 2 പേരും കരങ്ങൾ കോർത്ത് പിടിക്കും. എന്നിട്ട് അന്ന് ഞങ്ങളുടെ ജീവിതം സംഭവിച്ചു പോയ എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിക്കും. അങ്ങനെ മാപ്പ് ചോദിച്ച് സന്തോഷത്തോടുകൂടി ഞങ്ങൾ കടന്നുടങ്ങും. അവർ 105 വയസ്സ് വരെ ജീവിച്ചേക്കുന്നേ. 104 വയസ്സ് വരെ 103 വയസ്സ് വരെ അമ്മയും ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഇത് നമുക്കൊന്ന് പ്രാവർത്തികമാക്കിക്കൂടെ? നമ്മുടെ കുടുംബത്തിലും ദേഷ്യപ്പെട്ട് ഒച്ചപ്പാടുണ്ടാക്കി നാളത്തെ ടെൻഷനുമായിട്ട് മുറിയിൽ കിടന്ന് ഉറങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു നിമിഷം, ഒരു 2 മിനിറ്റ് മതി, കരങ്ങളൊന്ന് കോർത്തു പിടിക്കുക. ഭാര്യയും ഭർത്താവും നിങ്ങൾ കരങ്ങൾ കോർത്തു പിടിച്ച് കർത്താവിനോട് നന്ദി പറയുക. അന്നത്തെ ജീവിതത്തിൽ ഉണ്ടായ വഴക്കുകളുണ്ടാകാം, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകാം, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകാം, ഒക്കെ സംഭവിച്ചോട്ടെ, കുഴപ്പമില്ല, അത് ജീവിതമാണ്. പക്ഷെ കിടക്കുന്നതിന് മുമ്പ് 2 പേരും കരങ്ങൾ കോർത്തു പിടിച്ച് പറയണം, ഇന്ന ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, എന്നോട് ക്ഷമിക്ക്. അല്ല, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എന്നോട് ക്ഷമിക്ക്. അന്നൊരു വളരെ സന്തോഷത്തോടെ കടന്നുറങ്ങ്. ജീവിതം സൗഭാഗ്യമുള്ളതായി മാറും, സന്തോഷമുള്ളതായിട്ട് മാറും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ ദൈവം ആവശ്യപ്പെടുന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് നിങ്ങൾ വലിയവരൊന്നും ആകണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഓരോ ദിവസവും ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി. അതുപോലെ മുട്ടുകൂത്തിന്ന് ഭാര്യമാർക്ക് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ നമ്മുടെ കുടുംബത്തിൽ. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ നമ്മുടെ കുടുംബത്തിൽ. മിണ്ടാതെ ഇരിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ. ദേഷ്യ, നമ്മൾ എന്നെ മുൻശുണ്ടി എന്നൊക്കെയല്ല പറയുന്നത്, മുൻശുണ്ടിയ, ഭയങ്കര ദേഷ്യക്കാരനാണ്. ചിലപ്പം ചില ഭാര്യമാർ വന്ന് പറയും, അച്ഛ കെട്ടിയവന് ഭയങ്കര ദേഷ്യം, മുൻശുണ്ടിയ, സമയത്തങ്ങ് എത്തിയില്ലെങ്കിൽ അവിടെ പൊരിക്കാൻ തുടങ്ങും. അവർക്കും ജീവിതമില്ലേ? നമ്മളെന്തെങ്കിലും മുഷ്ടുണ്ടി കാണിക്കുന്നത്? എല്ലാ അധികാരം നമുക്ക് തന്നിട്ടില്ല. അവരുടെ മേൽ നമുക്ക് അധികാരമില്ല. അവർക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചതുപോലെ, സഭയ്ക്ക് വേണ്ടി ഈശോ മരിച്ചതുപോലെ, ഭാര്യയ്ക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനുമുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അവർ മോൾ കയറി ഇങ്ങനെ അതോറിറ്റി കളിക്കേണ്ട അവകാശം ആരും തന്നിട്ടില്ല. ഒരവകാശം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ, സഭയുടെ മേൽ ക്രിസ്തുവിനുള്ള അവകാശം. ആ അവകാശം എങ്ങനെയാണ് ക്രിസ്തു നടപ്പാക്കിയത്? സഹനത്തിലൂടെയും മരണത്തിലൂടെയുമാണ്. അപ്പം ഭാര്യമാർക്ക് വേണ്ടി സഹിക്കാനും അവർക്ക് വേണ്ടി മരിക്കാനും ഭാര്യയെ വിശദീകരിക്കാനുള്ള അവകാശമാണ് ഭർത്താക്കന്മാരെ ദൈവം നിങ്ങൾക്ക് കുദാശിയിലൂടെ തന്നിരിക്കുന്നത്. അവർ ഭരിക്കാനുള്ള അവകാശമല്ല. ഭാര്യമാരെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പത്രോസ്ലീഗായുടെ 1-ാമത്തെ ലേഖനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എഫെസോസിൽ പൗലോസ്ലീഗയും പറഞ്ഞു തരുന്നുണ്ട് ഭാര്യമാരുടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അവർ പറഞ്ഞ, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാർ നിങ്ങൾ പോയി ഭരിച്ചോളൂ എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
എന്നിട്ട് പറഞ്ഞു, വചനം അനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ടും ആദരപൂർവവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് നിങ്ങൾ അവരെ തിരുത്തേണ്ടത്. അപ്പം വചനം അനുസരിക്കുക, അത് വളരെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വചനം അനുസരിക്കാത്ത ഏതെങ്കിലും ഭർത്താക്കന്മാർ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവായിട്ടുണ്ടെങ്കിൽ, അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിൽ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. രാവിലെ തൊട്ടിങ്ങനെ അലച്ചിലിട്ടിട്ടല്ല. കുറ്റപ്പെടുത്തലുകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ഇഷ്ടമല്ല കുറ്റപ്പെടുന്നത് കേൾക്കാൻ. അപ്പം ഭർത്താക്കന്മാർ വിശ്വാസത്തിൽ ആഴപ്പെടുന്നില്ല എങ്കിൽ, അവർ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പത്രോസിലേക്ക് പറയുന്നത് എന്താണ്? അവരെ പെരുമാറ്റം കൊണ്ട്, വാക്കുകൾ കൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശകാരിച്ചത് കൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്, ആ ചേട്ടൻ പോയി കാണുന്നില്ലേ, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ദേഷ്യം കൂടുകയുള്ളൂ, വഴക്ക് കൂടുകയുള്ളൂ. ആരെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പുറത്തെ ചേട്ടൻ്റെ ഇങ്ങനെ ചെയ്തു പറഞ്ഞ് നമ്മുടെ ഭർത്താവിനോട് കൊണ്ട ഒരു കാര്യമുണ്ട്. അത് അപ്പുറത്തെ ചേട്ടൻ ചെയ്തതല്ലേ, ഇപ്പുറത്തെ ചേട്ടൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഭർത്താക്കന്മാർ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പുറത്തെ ചേട്ടൻ അവിടുത്തെ പള്ളിയിലെ കൈക്കാരനാ, നമ്മുടെ അടുത്ത ഇലക്ഷൻ നീയും നിൽക്കണം, ചേട്ടൻ നിൽക്കണം, നമുക്കും പള്ളിയിൽ ഒരു സ്ഥാനം വേണം. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ആളത് ഇന്ന ജോലിയൊക്കെ ചെയ്യുന്നത്, അത് അവരവിടെ വീട് മേടിച്ചു, നമുക്കൊരു അങ്ങനത്തെ ഒരു വീട് മേടിക്കണം. അവർ മേടിച്ചോട്ടെ. ദൈവം നമുക്ക് സമയം തരുമ്പോൾ ദൈവം നമുക്ക് എല്ലാം കൊണ്ടുവന്ന് തരും. നമ്മൾ അപ്പുറത്തവരെ ഇപ്പുറത്തെവരെയും കണ്ട് ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നത്, ഭർത്താക്കന്മാരെ നമ്മൾ നയിക്കേണ്ടത് നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് അവർ മാറേണ്ടത്. നിഷ്കളങ്കമായ പെരുമാറ്റം ഭാര്യമാരുടെ കയ്യിൽ നിന്നുണ്ടാകണം. പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല, പ്രറ്റൻഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആര് കാണാനാ? നിങ്ങൾ തന്നെയല്ലേ കാണാനുള്ളൂ. അപ്പം നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് ഭർത്താക്കന്മാർക്ക് വിശ്വാസം കൊടുക്കാനും വിശുദ്ധി കൊടുക്കാനും ഭാര്യമാർക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്ന ഒന്നും കൂടി കേട്ട് നമുക്ക് നോക്കാം. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. അത് നമ്മൾ മാനിച്ചു കൊടുക്കണം. ഭർത്താവാണ് ഭാര്യയുടെ ശിരസ്. എന്നിട്ട് പറയുന്നതാണ്, ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിനെ വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സഭയും ഈശോയും തമ്മിലുള്ള ബന്ധം. ഈശോ ഇല്ലെങ്കിൽ സഭയില്ല. സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. ഈശോയുടെ സഭയില്ലെങ്കിൽ പിന്നെ ഈശോയുമില്ല. അതാണ് നമ്മൾ പറയുന്ന ഭാര്യ ഭർത്താക്കൻ ഒരു ശരീരമാണെന്ന് പറയുന്നത്. ഒരു ശരീരം ഒരു മനസ്സുമാണെന്ന് പറഞ്ഞതാണ്. ഈശോ ഇല്ലാത്ത സഭയ്ക്ക് ജീവനില്ല. സഭ എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. അതാണ് ശിരസ്സാണ് ഭർത്താവ് എന്ന് പറയുന്നത്. മുകളിലാണെന്നുള്ള അർത്ഥം. രണ്ടുമില്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. വിധേയരായി സ്നേഹിച്ച് പരിപാലിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വചനം കൂടി പറഞ്ഞ് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാമത്തെ അധ്യായം 18-19 വചനമാണ്. അവിടെ വിവാഹ ഉടമ്പടി ലംഘിക്കുന്നതിനെക്കുറിച്ച് പ്രഭാഷകൻ പറയുന്നുണ്ട്. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നതിനെ കുറിച്ച്, വിവാഹമോചനത്തെക്കുറിച്ചല്ല, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നതിനെക്കുറിച്ച്. ആരാണ്, അപ്പം ഭർത്താവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. പറയുന്നതാണ്, ആരാണ് എന്നെ കാണുക ഇരുട്ട്. അപ്പം ഒരു വിവാഹ ഉടമ്പടി ലംഘിക്കുമ്പോൾ ഭർത്താവ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ആരാണ് എന്നെ കാണുക? ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ ക്യാമറകളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം.
പക്ഷെ പ്രവാചകൻ പറയുന്ന ഇതാണ്, ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം? വിവാഹ ഉടമ്പടി ലംഘിക്കുന്നതിനെ കുറിച്ച് പ്രഭാഷകൻ പറയുന്നതാണ്. ആരാണ് എന്നെ കാണുക? കാരണം ഞാൻ അത്ര രഹസ്യമായിട്ടാണ് വിവാഹ ഉടമ്പടി ലംഘിക്കാൻ പോകുന്നത്. ആരും എന്നെ, ഒരു തൻ്റെ ഇടമാണ്, ആരെന്നെ കാണും? ഇരുട്ട് എനിക്കൊരു മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിച്ചിരിക്കുന്നു. ഞാൻ റൂമിലാണ്, ഒരു ഹോട്ടലിലാണ്, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോയിരിക്കുന്നതാണ്. ആരാ എന്നെ കാണാനുള്ളത്? ആരും എന്നെ കാണുന്നില്ല. ഇതാണ് ഒരു ഭർത്താവിൻ്റെ ചിന്ത. വിവാഹ ഉടമ്പടി ലംഘിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഭർത്താവിൻ്റെ ചിന്തയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല, മനുഷ്യന് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. അപ്പം കർത്താവ് പറയാണ്, അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുന്നു, നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരിക്കുന്നു, സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. അപ്പം കർത്താവ് പറയുന്നതാണ്, ഈ വിവാഹ ഉടമ്പടി ലംഘിക്കാൻ വേണ്ടി പോകുന്ന ഭർത്താക്കന്മാരോട് ദൈവം കൊടുക്കുന്നൊരു ഉപദേശമാണിത്. നമ്മളെപ്പോഴും വിചാരിക്കും, ആരും എന്നെ കാണുന്നില്ലല്ലോ, ഇത് വളരെ രഹസ്യമല്ലേ? ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു, എനിക്ക് മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല, ആരും ഇത് അറിയാനും പോകുന്നില്ല. വീട്ടിൽ വന്ന് വളരെ സ്വസ്ഥമായി വീട്ടിൽ വന്ന് കയറാം, ഭാര്യയ്ക്ക് എന്നെ നല്ല വിശ്വാസമാണ്. നമ്മൾ ഇത് പറയാൻ കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ ഉടമ്പടി ലംഘിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കാരണം അവർ വിചാരിക്കുക ആരും ഇത് അറിയുന്നില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? അപ്പം കർത്താവ് പറയാണ്, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയോടുകൂടി നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ ശക്തിയായി നിന്റെ മേൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. നീ വിചാരിക്കുന്നു ആരും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കുന്നു, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിക്കുന്നു, നിനക്ക് മറയാണെന്ന് നീ വിചാരിക്കുന്നു. പക്ഷേ കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ നിനക്ക് ഒളിക്കാൻ സാധിക്കുകയില്ല. 1000 സൂര്യന്മാരുടെ പവറിനേക്കാളും വലിയൊരു പവർ കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവസാനം ഒരു പറഞ്ഞതാണ്, ഈ മനുഷ്യൻ നഗരവീഥികളിൽ വച്ച് ശിക്ഷിക്കപ്പെടും. ഇത് പുറത്തറിയും. എത്ര നാൾ നമുക്ക് ഒളിച്ചു വെക്കാൻ സാധിക്കും? എത്ര നാൾ നമുക്ക് ഭാര്യയെ പറ്റിക്കാൻ സാധിക്കും? എത്ര നാൾ നമുക്ക് മറ്റ് കമ്മ്യൂണിക്കേഷനുകൾ നടത്താൻ സാധിക്കും? ദൈവത്തിന് മുമ്പിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ദൈവമാണ്, നമ്മളെല്ലാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ നമുക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും, കുറച്ച് സമയം മാത്രം. അതാണ് പറഞ്ഞ, ഇരുട്ടുണ്ട്, ഭിത്തികളുണ്ട്. ആരെന്നെ കാണാൻ പോകുന്നേ? ആരും എന്നെ കാണുകയില്ല, ആരും അറിയുകയില്ല. പക്ഷേ അതിന് അധിക കാലമില്ല. കർത്താവ് പറയുന്നതാണ്, ഈ മനുഷ്യൻ നഗരവീഥികളിൽ വച്ച് ശിക്ഷിക്കപ്പെടും, പരസ്യമായും. എന്നിട്ട് പറഞ്ഞെന്താണ്? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്ത് വെച്ച് തന്നെ അവൻ പിടിക്കപ്പെടും. അത് വചന പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച് പിടിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന താക്കീതാണിത്, വാണിംഗ് ആണിത്. കാരണം കുടുംബം ബന്ധമെന്ന് പറയുന്നത് അത്രയും വിശുദ്ധമായൊരു ബന്ധമാണ്. അതിനെതിരെ ആര് പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടും. 1000 സൂര്യനെ പോലെ കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ കുദാശയാണ്. ദൈവമാണ് നിങ്ങളെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. അത് തകർക്കാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ അടുത്ത 23-ാമത്തെ വചനം, ഇതേ ഭാഗത്ത് 23-ാമത്തെ വചനം ഭാര്യമാരോട് പറയുന്നുണ്ട്. അവൾ അത്യുന്നത നിയമം ലംഘിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചു, വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. ഭാര്യമാരോട് തന്നെയാണ് പറയുന്നത്. ഭർത്താവിനെ വഞ്ചിച്ച് നീ അന്യപുരുഷനുമായി സഹകരിക്കുമ്പോൾ, അന്യപുരുഷന്റെ മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും.
സമൂഹത്തിന് മുമ്പാകെ നിന്നെ കൊണ്ടുവന്ന് നിർത്തും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേർപിരിയുകയും ശാഖകൾ ബലം പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്യും. അവൾ അവശേഷിക്കുന്നത് അപകീർത്തി ഒരിക്കലും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. രണ്ടുപേരോടും കൂടി ഭർത്താവ് പറയുന്നത്. കാരണം ഇത് ദൈവം നമ്മളെ യോജിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അവിശ്വാസിയാകാതെ, ഭാര്യയുടെ മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാതെ, ഭർത്താവിന് മുമ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഭാര്യയായി മാറാതെ, ദൈവം തന്ന കൃപയനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. സ്നേഹമുള്ളവരെ, മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ മക്കളാണ്. അവരെ ശിക്ഷിക്കുവാനും അവരെ വഴി നടത്താനുമുള്ള അവകാശം മാതാപിതാക്കൾ എന്ന രീതിയിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ആ അവകാശം നിങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യണം. നമ്മളൊരു പുതിയ കൾച്ചറിലേക്ക് വന്നുവെങ്കിലും മക്കളെ വളർത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കളെ നിങ്ങളുടെ കൈകളിലാണ്. അവർ വിശുദ്ധിയിൽ വളർത്തേണ്ടത്, ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോരേണ്ടത്, അവരെ വിശ്വാസം പറഞ്ഞു കൊടുക്കേണ്ടത്, പ്രാർത്ഥനയിൽ വളർത്തേണ്ടത് മാതാപിതാക്കളെ നിങ്ങളുടെ കടമയാണ്. അവരെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും അവരെ വഴി നടത്തേണ്ട സമയത്ത് വഴി നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നടപ്പാക്കുക തന്നെ വേണം. കാരണം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണത്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം സന്തോഷപൂർണ്ണമാകണമെങ്കിൽ നമ്മൾ അനുദിനം പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടണം. പ്രാർത്ഥിക്കാത്ത ഭവനം ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. പലപ്പോഴും നിങ്ങൾ പറയും, പല ജോബ് ഷെഡ്യൂളുകളുമാണ്. ചിലപ്പോൾ രാവിലെ വർക്ക് ചെയ്യുന്നു, ഭർത്താവ് വൈകിട്ട് പോകുന്നു, മക്കളൊറ്റയ്ക്കാകുന്നു, അങ്ങനെ പല പല സാഹചര്യങ്ങളുമുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഒരു കുടുംബമായി ഒരു അരമണിക്കൂറെങ്കിലും ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അവസരം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. രാവിലെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ അവരെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ പറഞ്ഞു വിടുക. ഒരു നിമിഷം ദൈവത്തിന് മുമ്പിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞു വിടുക. അനുഗ്രഹിക്കാനുള്ള വരം, കൃപ ദൈവം മാതാപിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അവരെ തലയിൽ കൈവച്ച്, മക്കളെ നിങ്ങൾ എന്ത് കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴും അപ്പനോട് ചോദിക്കുക, അമ്മയോട് ചോദിക്കുക, അപ്പ അമ്മ ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറയുക. മുട്ടുകൂത്തി നിൽക്കുക അവരുടെ മുമ്പിൽ. അവരെ കരങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ച് ശിരസിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വൈകിട്ട് ഒരുമിച്ച് കൂടി ഒരു അരമണിക്കൂറെങ്കിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാതാവിനെ വിളിച്ച് ഏത് പ്രാർത്ഥനയാണെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബം ഏറ്റവും വലിയ സ്വർഗമായി മാറും. സ്വർഗം നമ്മുടെ കുടുംബത്തിനാണുള്ളത്. കിട്ടുന്ന അവസരത്തിലെല്ലാം മക്കളുടെ കരത്തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളിലൂടെ മക്കളിലേക്ക് ഒഴുകി വരും.